ഇപ്പോൾ സന്ദീപ് വാര്യർ നമ്മോടൊപ്പം ഉണ്ട്. സന്ദീപേ, ഇത് അപ്രതീക്ഷിതമായ ഒരു തീരുമാനമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. താങ്കൾക്കോ? അല്ല, മാധ്യമങ്ങളോട് ഏത് തലം വരെ സംസാരിക്കണമെന്ന് സംബന്ധിച്ച് കുറെ കാലമായിട്ടൊരു ട്രെയിനിങ് എന്റെ കയ്യിലുണ്ടല്ലോ. അല്ല, ഇന്നലെ 12:45 രാത്രി വരെ നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു ചെറിയ സൂചന പോലും താങ്കൾ തന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് താങ്കൾ CPM-ൽ ചേരുമെന്നായിരുന്നു. അല്ല, അത് സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തന നിലയ്ക്ക് ഒരു രഹസ്യാത്മകത എല്ലാ കാര്യത്തിലും സൂക്ഷിക്കണമെന്നുള്ളത് പൊളിറ്റിക്സിന്റെ ഒരു ബേസിക് ആണല്ലോ. അത് ഞാൻ എല്ലായ്പ്പോഴും സൂക്ഷിക്കാറുണ്ട്. മാധ്യമങ്ങളോട് ആവശ്യമില്ലാതെ ആവശ്യത്തിൽ കൂടുതൽ സംസാരിക്കാറില്ല. എന്നാൽ നിങ്ങളോടൊക്കെ നല്ല ബഹുമാനമുണ്ട്, പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ സംസാരിക്കാറില്ല. അപ്പോൾ ഇപ്പോൾ ഇന്ന് കോൺഗ്രസ് താങ്കൾ പിൻവലിക്കുമോ എന്നാണ്? ഞാൻ കോൺഗ്രസിന്റെ പ്രവർത്തനമായി കഴിഞ്ഞു. പണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ BJPയുടെ നിലപാടുകൾ പറഞ്ഞു. ഞാൻ BJPയുടെ സ്പോക്സ് പേഴ്സൺ ആണ്. എന്റെ വ്യക്തിപരമായിട്ട് നിലപാട് പറഞ്ഞ സമയത്ത് നിരപേക്ഷതയോടുള്ള എന്റെ കമ്മിറ്റ്മെന്റ് എന്താണെന്നും എന്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നിപ്പോ K. സുരേന്ദ്രനെതിരെ ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആണോ താങ്കൾ ഉദ്ദേശിച്ചത്? ധർമ്മരാജന്റെ കുഴൽപ്പണം എത്താത്തതാണ് പ്രശ്നമെന്ന് പറഞ്ഞു. ഇതേ ധർമ്മരാജൻ ഷാഫിക്ക് പണം കൊടുത്തിട്ടുണ്ടെന്ന് ഇതേ സുരേന്ദ്രൻ ആരോപിച്ചിട്ടുണ്ട്. ഇതൊക്കെ കയ്യിലുണ്ടായിട്ട് അരുൺജി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങേപ്പോലൊരു മാധ്യമ പ്രവർത്തനമാണ്, പ്രത്യേകിച്ച് കുടിലതന്ത്രമുള്ളൊരു മാധ്യമ പ്രവർത്തനം ഏത് തലം വരെ സംസാരിക്കാൻ എനിക്ക് നല്ല ധാരണയുണ്ട്. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു പരിചയം എനിക്കുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ സംസാരിക്കണം എന്ന് എനിക്ക് ധാരണയുണ്ട്. ഒരിക്കലുമില്ല. നോക്കൂ, എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് മുഴുവൻ ഞാൻ നന്ദി. എന്നെ കുറിച്ച് രമേശ് ചെന്നിത്തലജി നല്ല വാക്ക് പറഞ്ഞിട്ടില്ലേ? എന്നെ കുറിച്ച് VD സതീശൻ സാർ നല്ല വാക്ക് പറഞ്ഞിട്ടില്ല. CPM-മായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നാണ്. ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഒരു തരത്തിലും ചർച്ച നടത്തിയിട്ടില്ല. ഫോണിൽ പോലും ഒരു തരത്തിലും ചർച്ച നടത്തിയിട്ടില്ല. രാഹുൽ ഗാന്ധിയുമായി നേരെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ് നരേന്ദ്രമോദി. ഈ 2 മാസങ്ങൾക്ക് നരേന്ദ്രമോദി തള്ളിപ്പറയാൻ കഴിയുന്ന സന്ദീപ്, സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനാവുമ്പോൾ പരിണാമങ്ങൾ ഉണ്ടാവുമല്ലോ. ഇത് ദീർഘകാലമായിട്ടുള്ള പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ടാവുമല്ലോ. ചില നിലപാടുകളുള്ള വിയോജിപ്പുണ്ടാവും. അത് അവിടെ ഉന്നയിക്കാൻ സാധിക്കും. ഏറെക്കാലമായി വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും കടയിൽ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ട് സന്ദീപ് അനുഭവിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലം മുതൽക്ക് തന്നെ. അല്ല, അതിനു മുമ്പ് തന്നെയല്ലേ നിങ്ങൾ ഒരു വർഷക്കാലം എന്നെ ചർച്ചയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയോ? എന്തുകൊണ്ടാണ് കിട്ടായിരുന്നത്? ഒരു വർഷക്കാലം ഞാൻ കേരളത്തിലെ ഒരു പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ബഹുസ്വരമായിട്ടൊരു സമൂഹത്തിനിടയ്ക്ക് വെറുപ്പും വിദ്വേഷവും ഉണ്ടാകരുത് എന്ന് നിരുപദ്രവമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഒരു വർഷക്കാലമാണ്. അപ്പോൾ BJPയുടെ വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ടാണ് സന്ദീപ് കോൺഗ്രസിലേക്ക് വരുന്നത്. എന്താ സംശയം? അതിന് തള്ളിപ്പറയുക 100%. ഗോൾവാൾക്കറുടെ പ്രത്യയശാസ്ത്രത്തെ സന്ദീപ് വാര്യർ തള്ളിപ്പറയും. ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ഞാൻ പിന്തുടർന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും ഉപേക്ഷിച്ച് തള്ളിപ്പറഞ്ഞത് തെറ്റാണെന്നുള്ള ബോധ്യത്തിലാണ്. ആശയത്തെ പൂർണ്ണമായും കൈയൊഴിയുക. കോൺഗ്രസിന്റെ ആശയം മതനിരപേക്ഷതയാണ്, മതേതരത്വമാണ്. ആ ആശയത്തെ ഉൾക്കൊള്ളുമ്പോൾ മറ്റൊരു ആശയത്തിനും പ്രാധാന്യമേ ഇല്ല, പ്രസക്തിയേ ഇല്ല. ഹിന്ദുത്വത്തെ തള്ളിപ്പറഞ്ഞാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുന്നത്. അത് തെറ്റാണെന്നുള്ള ബോധ്യത്തിൽ 100% ബോധ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇതുവരെ തുടർന്ന എല്ലാ നിലപാടുകളും തെറ്റായിരുന്നു എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സന്ദീപ് ഏറ്റവും കൂടുതൽ എതിർത്തത് നെഹ്റുവിന്റെ രാഷ്ട്രീയത്തെയാണ്. അപ്പോൾ നെഹ്റുവിന്റെ തലമുറയെ സന്ദീപ് ഇനി ആശ്ലേഷിക്കാൻ പോകുകയാണ്. നെഹ്റുവിയൻ പൊളിറ്റിക്സിനെതിരായിട്ട് ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുക എന്നുള്ളത് BJPയുടെ അജണ്ടയായിരുന്നു. ഞങ്ങളതിന്റെ പാർട്ടായിരുന്നു. ഞങ്ങൾ അതിന്റെ സോൾജേഴ്സ് ആയിരുന്നു. ഞങ്ങളത് ഭംഗിയായി ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. സ്വാഭാവികമായിട്ട് ഇപ്പോൾ 24 റിപ്പോർട്ടറിലേക്ക് വരുമ്പോൾ അരുണിന് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അത്രേ ഉള്ളൂ. പ്രത്യയശാസ്ത്രപരമായ കെട്ടുപാടുകളൊന്നുമില്ല. അല്ല, നേരെ വ്യത്യസ്തമായ ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയിലേക്കാണ് മാറിയിരിക്കുന്നത്. പ്രത്യയശാസ്ത്രപരമായിട്ട് നമ്മൾ ഇന്നലെ വരെ തുടർന്ന കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഇന്നലെ വരെ വിശ്വസിച്ച കാര്യങ്ങളിൽ എനിക്ക് കുറെ കാലമായിട്ട് വിയോജിപ്പുകളുണ്ട്. അത് ഞാൻ പരസ്യമായി പ്രകടിപ്പിച്ചതാണ്. അതിന്റെ പേരിൽ നടപടി ഏറ്റുവാങ്ങിയ ആളാണ്. സന്ദീപ്, കേരളത്തിലെ BJP K. സുരേന്ദ്രന്റെ ഒറ്റയാൾ ആധിപത്യമാണ് എന്നാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. കേരളത്തിലെ BJP നേതൃത്വത്തോട് പ്രവർത്തകർക്ക് പൂർണ്ണമായും വിയോജിപ്പുണ്ട്. ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് BJP എന്നോട് ദേഷ്യം ഉണ്ടാകാം, അരിശം ഉണ്ടാകാം. അത് പ്രത്യയശാസ്ത്രപരമായ എതിർപ്പാണ്. വിട്ടുപോയി എന്നുള്ളതിന്റെ പേരിൽ ദേഷ്യം ഉണ്ടാകാം. പക്ഷെ അവരുടെ ഉള്ളിലും BJPയെ KJP ആക്കി മാറ്റിയിട്ടുള്ള കേരളത്തിലെ നേതൃത്വത്തോട് അങ്ങേയറ്റത്തെ വിയോജിപ്പുണ്ട്. അത് ഹിന്ദുത്വത്തോടുള്ള പ്രശ്നമല്ലല്ലോ, ഓർഗനൈസേഷണലായിട്ടുള്ള പ്രശ്നം. ഞാൻ നേരത്തെ ഉന്നയിച്ചുള്ള വിഷയം ഏതായിരുന്നു? എനിക്ക് നേരെ നടപടി ഉണ്ടായ വിഷയം എന്തായിരുന്നു? ഞാൻ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ല.